നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ആണ്. അപ്പോൾ അതിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവും. അപ്പോൾ ഡി എൻ എയിൽ എന്താണ്, അതൊരു ഹെലിക്കൽ ഷേപ്പാണ് ഡി എൻ എക്ക് ഉള്ളത്. 2 സ്ട്രാൻഡുകളാണ് ഉള്ളത്. പിന്നെ അതിലുള്ള ബേസ് പെയേഴ്സ് എങ്ങനെയൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് അഡനിൻ തൈമിൻ പെയറിങ്, അതേപോലെ ഗുവാനിൻ സൈറ്റോസിൻ പെയറിംഗ് ആണ് ഉണ്ടാവുക. അതിൽ അഡനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ ത്രൂ 2 ഹൈഡ്രജൻ ബോണ്ട്സ്, വൈൽ ഗുവാനിൻ ആൻഡ് സൈറ്റോസിൻ ബോണ്ട് എങ്ങനെയാണ് 3 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് അവരുടെ ഇതുണ്ടാവുക. ആൻഡ് ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ അതർ പെയേഴ്സ് ഓഫ് ബേസസ് വുഡ് നോട്ട് അലൗ ദം ടു ഫിറ്റ് നീറ്റ്ലി ഇൻ ദ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആൻഡ് ദസ് നോട്ട് സ്റ്റെറിക്കലി ഫേവേർഡ്. അപ്പോൾ ഈ അഡനിൻ തൈമിൻ അതേപോലെ ഗുവാനിൻ സൈറ്റോസിൻ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ബോണ്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ അഡനിൻ സൈറ്റോസിൻ, അഡനിൻ ഗുവാനിൻ അങ്ങനത്തെ ബോണ്ടുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യുന്നില്ല. കാരണം എന്താണ്, അത് ആ സ്ട്രക്ചറിന് യോജിച്ചതല്ല ബാക്കിയുള്ള ബേസ് പെയേഴ്സിൻ്റെ ബോണ്ടിങ്. അപ്പോൾ ദിസ് ഈസ് കോമൺലി നോൺ ആസ് ബേസ് പെയറിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓർ ബേസ് കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറയും. The 2 strands of DNA are not identical but are said to be complementary to each other in the sense of the sequence of bases in one strand automatically determines that of other. അപ്പോൾ ഡി എൻ എയിലെ 2 സ്റ്റാൻഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 സ്റ്റാൻഡുകൾ എന്തല്ല, ഐഡൻറ്റിക്കൽ അല്ല, പക്ഷേ എന്താണ്, കോംപ്ലിമെൻ്ററി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റത്തെ സ്റ്റാൻഡിൽ അഡനിൻ ആണെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ അതിൻ്റെ അപ്പുറത്തെ സ്റ്റാൻഡിൽ കിടക്കുന്ന ആൾക്ക് തൈമിനാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെ കോംപ്ലിമെൻ്ററി ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാം. അതിന് എക്സാമ്പിളാണ് ATGC TTCA എന്നാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡിനെ പറയണമെങ്കിൽ അതിന് നേരെ കോംപ്ലിമെൻ്ററി TACGAA GT എന്നായിരിക്കും നമ്മളതിൻ്റെ മറ്റേ സ്റ്റാൻഡിനെ പറയാം. ദ ഡബിൾ ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് DNA thus resembles a spiral staircase in which the sugar phosphate backbones of 2 strands forms the railings while the linked bases pairs forms the steps. അപ്പോൾ എന്താണ്, നമുക്കതിനെ വേണമെങ്കിൽ ഒരു സ്റ്റെയർ കേസ് സ്ട്രക്ചറായിട്ട് എന്ത് ചെയ്യാം, പറയാനായിട്ട് പറ്റും. ബേസ് പെയേഴ്സ് എന്താണ്, സ്റ്റെപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. The DNA molecule contain equal number of adenine and thymine units and equal number of guanine and cytosine units. The molecule is about 20 angstrom in diameter. A complete turn of a helix occurs every 34 angstrom. Thus, there are 10 base pairs per turn of a double helix. But നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് റൗണ്ടായിട്ട് കയറി പോകുന്ന സ്റ്റെയർ കേസ് ഷേപ്പ് അല്ലെങ്കിൽ ഹെലിക്സ് ഷേപ്പാണ് നമ്മുടെ ഡി എൻ എക്ക് ഉള്ളത്. അതിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവാൻ എന്ത് ചെയ്യണം, ഏകദേശം 34 ആങ്സ്ട്രോം എടുക്കുക. അതിലെന്താണ് 10 ബേസസ് ആണ് ഉണ്ടാവുക, 10 ബേസ് പെയേഴ്സ് ആണ് എന്തുണ്ടാവുക, ഒരു ഹെലിക്സിൽ ഉണ്ടാവുക. The specific sequence of bases in a polynucleotide chain is very important and is often referred as the primary structure because it carries the genetic information. അപ്പോൾ പ്രൈമറി സ്ട്രക്ചറിലാണ് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യണം. ഇനി ഇതിൽ 2 മാർക്ക് സെക്ഷനിൽ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് വാട്ട് ഈസ് മെൻ ബൈ റിപ്ലിക്കേഷൻ. എന്താണ് റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, replication is a process by which DNA molecules produce identical copies of themselves so that each daughter cell will have DNA exactly identical to that of parent cell. അതായത് റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരൻ്റ് ഡി എൻ എയിൽ നിന്ന് വേറെ ഡി എൻ എസ് നമ്മൾ ഫോം ചെയ്യുക, ഒരു ഡോട്ടർ ഡി എൻ എസ് നമ്മൾ ഫോം ചെയ്യുക, എക്സാക്ട്ലി സെയിം കോൺഫിഗറേഷനിൽ വരുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക, റിപ്ലിക്കേഷൻ എന്ന് പറയാം. In replication, 2 polynucleate strands of DNA double helix unwind and separate either completely or partially. അപ്പോൾ ആ 2 സ്റ്റാൻഡ്സ് എന്താണ്, അൺവൈൻഡ് ചെയ്യലാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഡ്യൂറിങ് ദിസ് പ്രോസസ് ഹൈഡ്രജൻ ബോണ്ട്സ് ഹോൾഡിംഗ് ദ ബേസ് പെയേഴ്സ് ടുഗെദർ ആർ ബ്രോക്കൺ വിത്ത് ATP യൂട്ടിലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഈസ് കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം DNA ഹെലിക്കേസ്. അപ്പോൾ ആ സ്റ്റാൻഡ്സ് അവിടുന്ന് പൊട്ടാനുള്ള കാരണം എന്താണ്, അവിടെ ATP അല്ലെങ്കിൽ ആ ATP എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ബേസ് പെയേഴ്സ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അതിനവിടെ സഹായിക്കുന്നത് ആരാണ്, DNA ഹെലിക്കേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. ഈച്ച് സ്റ്റാൻഡ് ദെൻ ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ സ്റ്റാൻഡ്. അങ്ങനെ പൊട്ടിണ്ടായ ഓരോ സ്റ്റാൻഡും എന്താണ്, പുതിയൊരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് പോലെ ആക്ട് ചെയ്യും. ദ കോംപ്ലിമെൻ്ററി ന്യൂക്ലിയോടൈഡ്സ് പ്രസൻറ്റ് ഇൻ ദ സെല്ലുലാർ ഫ്ലൂയിഡ്സ് അറൗണ്ട് ഇറ്റ് ഗെറ്റ് ലിങ്ക്ഡ് ടു ദ സ്റ്റാൻഡ് ബൈ ബേസ് പെയറിംഗ് ത്രൂ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ സെല്ലുലാർ ഫ്ലൂയിഡിലുള്ള കോംപ്ലിമെൻ്ററി ന്യൂക്ലിയോടൈഡ്സ് എന്ത് ചെയ്യും, പുതിയ ബേസ് പെയർ ആയിട്ട് വന്നിട്ട് അതിൽമേ അറ്റാച്ച് ചെയ്യും. These nucleotide units aligned on the template strand then get linked through the phosphate ester bonds in the presence of enzyme
DNA synthetase to produce new strands. അപ്പോൾ അവിടെ പിന്നെ ഒരു ഫോസ്ഫേറ്റ് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. അതിന് കാറ്റലൈസ് ചെയ്യുന്ന ആരാണ്? DNA synthetase എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. നെക്സ്റ്റ് വൺ എന്താണ് ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ ദ ന്യൂക്ലിയോടൈഡ് ബേസ് സീക്വൻസ് ഓഫ് DNA ദാറ്റ് സ്പെസിഫൈ ദ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് പ്രോട്ടീൻസ് ഈസ് കാൾഡ് ജനറ്റിക് കോഡ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് വാട്ട് ഈസ് DNA ഫിംഗർ പ്രിൻറ്റിങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്താണ്? ഈച്ച് പേഴ്സൺ ഹാസ് എ യുണീക്ക് DNA ഫിംഗർ പ്രിൻറ്റ്. ഓരോ വ്യക്തികൾക്കും എന്താണ്? യുണീക്ക് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ആക്വയറിങ് ദ പാറ്റേൺ ഓഫ് യുണീക്ക് ബേസ് സീക്വൻസ് ഓഫ് DNA ഇൻ എ പേഴ്സൺ ഈസ് കാൾഡ് DNA ഫിംഗർ പ്രിൻറ്റിങ്. അതായത് ഓരോ ആൾക്കാർക്കും യുണീക്കായിട്ട് എങ്ങനെയാണോ ഫിംഗർ പ്രിൻ്റ് ഉള്ളത് അതേപോലെ തന്നെ യുണീക്കായിരിക്കും ഓരോരുത്തരുടെ DNAs ഉണ്ടാവാം. അപ്പോൾ ഒരാളുടെ DNA നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ അത് നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? ഇൻ ദ പ്രോസസ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എ സാമ്പിൾ ഓഫ് DNA is extracted from the trace of blood, saliva, semen, skin or tissues. Special enzymes are used to amplify the amount of DNA known as polymerase chain reaction method. അപ്പോൾ PCR മെത്തേഡ് എന്നാണ് പറയുക. പോളിമറൈസ് നമ്മളിതിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പോർഷനാണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം DNAയുടെ സാമ്പിൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. എന്നിട്ട് അതിനെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴി എന്ത് ചെയ്യും? അതിൻ്റെ എമൗണ്ട് നമ്മൾ കൂട്ടും. അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. ദെൻ റെസ്ട്രിക്ഷൻസ് എൻസൈംസ് ആർ യൂസ്ഡ് ടു കട്ട് ദ DNA ഇൻ ടു സ്മാളർ ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ലാർജ് എമൗണ്ടിൽ കിട്ടും. അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്തിട്ട് അതിനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യും. which are then separated by size using gel electrosphoresis. ജെൽ ഇലക്ട്രോസ്ഫോറസിസ് വഴി എന്ത് ചെയ്യും? അതിൻ്റെ സൈസിനനുസരിച്ച് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യും. ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഈസ് ദെൻ ലേബിൾഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് പ്രോബ് ദാറ്റ് ആദേഴ്സ് ടു സ്പെസിഫിക് DNA സീക്വൻസ്. When a piece of X-ray film or photographic plate is placed over the gel, the radiation from the radio probe bound to the specific sequence of DNA produces a pattern of dark and light bands. അപ്പോൾ നമ്മൾ ആ എടുത്ത DNAക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു റേഡിയോ ആക്റ്റീവ് പ്രോബായിട്ട് നമ്മൾ കോൺടാക്റ്റിൽ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് റേഡിയേഷൻസ് വരുന്ന നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ നമ്മൾ കളക്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഡാർക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക? നമുക്കത് കിട്ടാം. And it constitute a visual representation of the base sequence of a person's DNA known as DNA fingerprint. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ കിട്ടുന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്തായിരിക്കും? അയാളുടെ ഉള്ളിലെ DNA പാറ്റേണിൻ്റെ സീക്വൻസ്, അതിലുള്ള ബേസ് പെയേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DNA ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? DNA fingerprint is applied in the forensic laboratories for the identification of criminals. The method is used to determine the biological parents of an individual. Then it is used for medicine for matching recipients of organ donors. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇപ്പോൾ എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ PCR എന്ന് പറഞ്ഞാൽ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് എ പവർഫുൾ എൻസൈമാറ്റിക് മെത്തേഡ് ഫോർ ദ റാപ്പിഡ് ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA അറ്റ് എൻ എക്സ്പൊണൻഷ്യൽ റേറ്റ്. അപ്പോൾ DNAയുടെ എമൗണ്ട് ആംപ്ലിഫൈ ചെയ്യിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത് PCR എന്ന് പറയുന്നത്. ഇറ്റ് എംപ്ലോയ്സ് ദ എൻസൈം DNA പോളിമറൈസ് ടു സെലക്റ്റീവ്ലി ക്രിയേറ്റ് മില്യൺസ് ടു ബില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് എ പർട്ടിക്കുലർ DNA സീക്വൻസ് ഇൻ എ ഷോർട്ട് ടൈം. ഇപ്പോൾ ഒരു ചുരുങ്ങിയ അളവിൽ മില്യൺ ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കോപ്പീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ DNA പോളിമറൈസ് പറഞ്ഞിട്ടുള്ള എൻസൈം വഴി നമുക്ക് ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ മെത്തേഡ് എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് മെയിൻലി 3 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ഡിനാച്ചുറേഷൻ ഓഫ് ടെംപ്ലേറ്റ് DNA ഇൻ ടു സിംഗിൾ സ്റ്റാൻഡ്സ്. അതായത് DNAയിൽ 2 സ്റ്റാൻഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 സ്റ്റാൻഡുകൾ അൺവൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓരോ സിംഗിൾ സ്റ്റാൻഡായിട്ട് എന്ത് ചെയ്യുക? മാറുക. അതിനാണ് ഡിനാച്ചുറേഷൻ എന്ന് പറയുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു 90 ഡിഗ്രി സെൽഷ്യസ് അതിനെന്ത് ചെയ്യും? ചൂടാക്കുകയാണ് ചെയ്യുക DNA സാമ്പിളിന്. Then second process is annealing of primers to each original strand for a new strand synthesis. അതിനാണ് നമ്മൾ അനീലിംഗ് എന്ന് പറയുക. അപ്പോൾ അത് ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യും? ഒരു 35 to 50 ഡിഗ്രി ആയിട്ട് കുറയ്ക്കും. മറ്റേ നല്ല ഹൈ ഡിഗ്രിയിലായിരുന്നു നമ്മൾ ചൂടാക്കിയിരുന്നത്. അതിനെന്ത് ചെയ്യും? നമ്മളൊന്ന് തന്നെ കുറയ്ക്കും. കുറച്ച് നേരത്തേക്ക് ആ അളവിൽ നമ്മൾ എന്ത് ചെയ്യും? ചൂടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലുണ്ടായ പ്രൈമേഴ്സ് ആർ ആഡഡ് ടു ദ റിയാക്ഷൻ മിക്സ്ചർ ഇൻ എക്സസ്. അപ്പോൾ പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഷോർട്ട് synthetic sequence of single stranded DNA
ഏകദേശം 15 to 30 ബേസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പ്രൈമർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പ്രൈമർ എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അനിൽ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എന്നാണ് പറയുന്നത്. ബൈൻഡ് ടു ഈച്ച് അതർ വിത്ത് കോംപ്ലിമെൻ്ററി സിഗ്നൽ സ്റ്റാൻഡേർഡ് DNA സീക്വൻസ്. അതായത് നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്തു, ആ സിംഗിൾ സ്റ്റാൻഡിൽ ബേസ് പെയേഴ്സിൻ്റെ പകുതി കിടക്കുന്നുണ്ട്. അപ്പോൾ അഡിനിൻ ടൈമിംഗ് എന്ന് വെച്ചെങ്കിൽ എന്താണ്, അതിൽ അഡിനിൻ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും ഒരു സ്റ്റാൻഡിൽ, മറ്റേ സ്റ്റാൻഡിലാണ് തൈമിങ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഏതാണോ ഇവിടെ മാച്ചായിട്ട് വരുന്നത് അയാളായിട്ട് എന്ത് ചെയ്യും, ബൈൻഡിങ് നടക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, എക്സ്റ്റൻഷൻ ഓഫ് ഡി നമ്മളെന്ത് പറയുക, അനീലിംഗ് എന്ന് പറഞ്ഞു. ഈ മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റൻഷൻ ഓഫ് ന്യൂ DNA സ്റ്റാൻഡ് ഫ്രം പ്രൈമേഴ്സ്. പ്രൈമറിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രോസസ്സ്. ഇൻ ദിസ് സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ ദ ടെമ്പറേച്ചർ ഇസ് റൈസ്ഡ് ടു അബൌട്ട് 72°C. അപ്പോൾ ടെമ്പറേച്ചർ ആദ്യം നമ്മൾ കൂട്ടിയിട്ടാണ് തുടങ്ങിയത്, പിന്നെ ചെറുതായിട്ട് കുറച്ചു, ഇപ്പോൾ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ 72° വരെ പിന്നെയും ചൂടാക്കും. ആൻഡ് എ തെർമോ സ്റ്റേബിൾ DNA polymerase is added to replicate the DNA strands, and the enzyme carries out the synthesis of complementary copies of initial single strand by extension of annealed primers. അപ്പോൾ അവിടെ അനീൽഡ് പ്രൈമേഴ്സിൻ്റെ കോപ്പീസ് എന്ത് ചെയ്യും, അവിടുന്ന് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്.